ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒക്ടോബർ മാസം കാവൽ മാലാഖമാരുടെ വണക്കമാസമായി നമ്മൾ ആചരിക്കുകയും സ്റ്റെല്ല മാരീസ് ഡെലിവറൻസ് മിനിസ്ട്രി ഒരുക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി മാലാഖമാരെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് മാലാഖമാർ? നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്ന മാലാഖമാർ, ദൈവത്താൽ അയക്കപ്പെടുന്ന മാലാഖമാരെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും. കൂടുതലായിട്ട് അറിയുവാൻ ഈ പുത്തൻ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും പങ്കുചേരുന്നുണ്ട്. മാലാഖമാരെക്കുറിച്ച് അനേകം ആളുകൾ ഇപ്പോൾ പഠിക്കുകയും ഏഞ്ചലോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ മാലാഖമാരുടെ പഠനശാഖയെക്കുറിച്ച് മനസ്സിലാക്കുകയും വചനവും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും മാലാഖമാരെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് തീവ്രമായും തീക്ഷ്ണതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയോട് പങ്കുചേരുന്നത്. ഈശ്വരനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അനേക കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. മാലാഖമാരെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നതും വചനം പഠിപ്പിക്കുന്നതുമായി അനേക പഠനങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനത്തിലും വളരെ വ്യക്തമായും മാലാഖമാരെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു സന്ദേശവാഹകരായ മാലാഖമാർ, ദൈവസന്നിധിയിൽ നിന്നും കർത്താവിൻ്റെ സന്ദേശവുമായി ദൈവമക്കളുടെ പക്കലേക്ക് കടന്നു വരുന്ന സന്ദേശവാഹകരായ മാലാഖമാർ, ദൂതന്മാർ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് അവരുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. യോഹന്നാന് വെളിപാടുകൾ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത മാലാഖയെ നമ്മൾ കണ്ടു. സക്കറിയായ്ക്ക് സ്നാപ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന ഗബ്രിയേൽ മാലാഖയെ നമ്മൾ കണ്ടു. വീണ്ടും ഗബ്രിയേൽ മാലാഖ തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പക്കലേക്ക് മംഗളവാർത്തയുമായി കടന്നു വരുന്നത് നമ്മൾ കണ്ടു. യോസേപ്പ് പിതാവിൻ്റെ പക്കലേക്ക് സ്വപ്നത്തിൽ മാലാഖ വന്ന് ആശ്വാസം കൊടുക്കുന്നതിനെയും ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സന്ദേശവാഹന മാലാഖമാരെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സന്ദേശവാഹന മാലാഖമാർ വിശുദ്ധ വ്യക്തികളുടെ വിശുദ്ധരായി ജീവിക്കുന്ന ദൈവസന്നിധി സംപ്രീതിക്ക് കാരണമാകുന്ന അനേകം ആളുകളുടെ ഇടയിലേക്ക് മാലാഖമാർ കടന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജനന വാർത്ത അറിയിക്കുവാൻ വേണ്ടി ആട്ടിടയരുടെ പക്കലേക്ക് മാലാഖ തന്നെയാണ് കടന്നു വന്നത്. സന്ദേശവുമായി മാലാഖ തന്നെ വന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങളിൽ ആട്ടിടയരെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന മാലാഖയെയാണ് നമ്മൾ കണ്ടുമുട്ടുക. അവിടെ മാലാഖ വന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് ആ സദ്വാർത്ത അറിയിക്കുക, അടയാളം പറഞ്ഞു കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് അടയാളം? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിക്കടുത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൂതൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മാലാഖയാണ് വന്ന് ഈ ആട്ടിടയർക്ക് സന്ദേശം കൊടുത്തത്. സന്ദേശവാഹനായ മാലാഖ വന്ന് ഈ ആട്ടിടയർക്ക് സന്ദേശം കൊടുത്തു. ഉടനെ തന്നെ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ആ വാർത്ത അറിയിച്ച ഉടനെ തന്നെ ഈ ദൂതനോട് ചേർന്ന് സ്വർഗീയ സൈന്യങ്ങൾ ഒരു വ്യൂഹം വന്ന്, ഒരു കൂട്ടം മാലാഖമാർ വന്ന് ഈ ദൂതനോട് ചേർന്ന് പാടുകയാണ്, ഗ്ലോറിയ ഗീതം പാടുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ ഭൂമിയിൽ ദൈവകൃപ നിറച്ചവർക്ക് സമാധാനത്തിൻ്റെ അരുളപ്പാടുമായി വെളിപാടുമായി കർത്താവിൻ്റെ മാലാഖയോട് ചേർന്ന് അനേകം മാലാഖമാർ, സ്വർഗീയ സൈന്യങ്ങളായ മാലാഖമാർ ഒരു കൂട്ടമായി വന്ന് ഗ്ലോറിയ ഗീതം പാടുന്നതിനെയും നമ്മളിവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന, ദൈവമക്കളെ അറിയിക്കുന്ന കർത്താവിൻ്റെ സന്ദേശവാഹനായ മാലാഖയാണ് ഇവിടെ നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുക. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ജനനത്തിന് ശേഷം സന്തോഷ സദ്വാർത്ത അറിയിച്ച് മാലാഖ വന്നു. അതിനുശേഷം ആട്ടിടയർ ഈശോയെ ആരാധിക്കുന്നു. ഒപ്പം തന്നെ ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനികൾ ഈശോയെ കാണുവാനും കടന്നു വരികയും കാണിക്ക കൊടുത്തുകൊണ്ട് ഈശോയെ വന്ദിക്കുകയും ചെയ്യുന്ന, ആരാധിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്.
ഈ ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജ്ഞാനികൾ ഈശോയെ തേടി ഹെറോദസിൻ്റെ പക്കൽ വന്നു. രക്ഷകൻ ജനിച്ചു, അല്ലെങ്കിൽ മറ്റൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ അവിടെ ഹെറോദസ് രാജാവ് അസ്വസ്ഥനാവുകയും ആ രാജ്യങ്ങളെ കുഞ്ഞുങ്ങളെ വധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ സമീപം 2 അതിൽ താഴെ വയസ്സുള്ള കുഞ്ഞുങ്ങളെ വധിക്കുവാൻ വേണ്ടി ഹെറോദസ് രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ, ആ സമയത്ത് ഉണ്ണിമിശിഹായുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി യോസേപ്പ് പിതാവിൻ്റെ പക്കലേക്ക് മാലാഖ വരുന്നതിനെ കുറിച്ചും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ജ്ഞാനികൾ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെ അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഉണ്ണിമിശിഹായുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ ദൂതൻ യോസേപ്പ് പിതാവിന് വീണ്ടും സന്ദേശം കൊടുക്കുകയാണ്. ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് ഉടനെ പലായനം ചെയ്യുക. ഹെറോദസ് ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ വധിക്കുവാൻ വേണ്ടി പുറപ്പെടും, ആജ്ഞ പുറപ്പെടുവിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി, ഉണ്ണിമിശിഹായുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാലാഖയാണ് ആ വാർത്ത വന്ന്, അല്ലെങ്കിൽ സന്ദേശം വന്ന് യോസേപ്പ് പിതാവിനെ അറിയിക്കുക. യോസേപ്പ് പിതാവ് ഉടനെ തന്നെ ശിശുവിനെ അമ്മയും കൂട്ടി കടന്നു പോവുകയും. ഹല്ലേലൂയ. അപ്പോൾ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്ദേശവാഹകരായ മാലാഖമാരുടെ ആ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ സന്ദേശവാഹകരായ മാലാഖമാരുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് നമ്മളിവിടെ കാണുന്നുണ്ട്. മാലാഖമാരെ കുറിച്ച് പഠിക്കുമ്പോൾ സന്ദേശവുമായി വരുന്ന മാലാഖമാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് സന്ദേശവുമായി വരുന്ന മാലാഖമാർ സക്രിയായ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനും യോസേപ്പ് പിതാവിനും മാട്ടിടയർക്കും സന്ദേശം കൊടുത്തു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കൊർന്നേലിയൂസ്, അവൻ കേസറിയയിലെ ശതാധിപനായിരുന്നു. കേസറിയ ദേശത്തിലെ സൈനിക വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു. അവൻ്റെ കുടുംബവും ദൈവഭയമുള്ള, അവൻ്റെ കുടുംബവും, കൊർന്നേലിയൂസും അവൻ്റെ കുടുംബവും ദൈവഭയമുള്ളവരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ എല്ലായ്പ്പോഴും ദാനധർമ്മങ്ങൾ, ഉദാരമായി ദാനധർമ്മം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ദൈവഭയമുള്ള വ്യക്തിയായിരുന്നു കൊർന്നേലിയൂസ്. നമ്മുടെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, കൊർന്നേലിയൂസും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവനായിരുന്നു. അവർ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർന്നേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഭയവിഹ്വലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെ വരുത്തുക. അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരൻ ശിമിയോൻ്റെ വീട്ടിലുണ്ട്. തന്നോട് സംസാരിച്ച ദൂതൻ പോയപ്പോൾ അവൻ തൻ്റെ 2 ഭൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽപ്പെട്ട വിശ്വസ്തനായ ഒരു പടയാളിയെയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അപ്പോൾ കൊർന്നേലിയൂസ് പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ദൈവഭയമുള്ള വ്യക്തിയായിരുന്നു കൊർന്നേലിയൂസും കുടുംബവും. അപ്പോൾ ദൈവസന്നിധിയിൽ എപ്പോഴും നിരന്തരം ഒട്ടിപ്പാട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു കൊർന്നേലിയൂസ്. ഒരു ദിവസം കൊർന്നേലിയൂസ് നിൽക്കുമ്പോൾ കൊർന്നേലിയൂസിൻ്റെ പക്കലേക്ക് കൊർന്നേലിയൂസിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് കാണുകയാണ്. ഒരു ദർശനത്തിൽ എന്നതുപോലെ കാണുകയാണ്. വന്ന് ഭയവിഹ്വലനായിട്ട് ഈ ദൈവദൂതൻ വരുന്നത് കണ്ട് പേടിച്ച് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഇതെന്താണ് പ്രഭോ എന്ന് കൊർന്നേലിയൂസ് ഭയപ്പെട്ട് ചോദിക്കുമ്പോൾ കൊർന്നേലിയൂസിനോട് മാലാഖ പറയുക, ഭയപ്പെടേണ്ട. മാലാഖ വെളിപ്പെടുത്തി കൊടുക്കുകയും നിന്റെ പ്രാർത്ഥനകളും നിന്റെ ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ സമൃദ്ധിക്ക് കാരണമായിരിക്കുന്നു. വീണ്ടും പറയാം, പത്രോസ് ലീഹായെ ആളയച്ച് വരുത്തുവാൻ, പത്രോസ് ലീഹായെ കൊണ്ടുവരുവാൻ വേണ്ടി കൊർന്നേലിയൂസിൻ്റെ പക്കലേക്ക് പത്രോസ് ലീഹായെ വരുത്തുവാൻ വേണ്ടി സന്ദേശം കൊടുക്കുന്നത് ഈ മാലാഖിയാണ്. കൊർന്നേലിയൂസിന് ഒരു ദൈവദൂതനാണ് സന്ദേശം കൊടുത്തത് എന്ന് നടപടി പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സന്ദേശവാഹന മാലാഖമാർ ദൈവമക്കളുടെ പക്കലേക്ക് കടന്നു വരികയും ദൈവമക്കളെ സംരക്ഷിക്കുകയും ചെയ്യുകയും വെളിപാട് നൽകിക്കൊണ്ട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ നവീകരിക്കുകയും ചെയ്യുവാനും വിശ്വാസത്തിൽ സ്ഥിരത കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ദൈവദൂതന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുക. ഹല്ലേലൂയ. സർമയർത്തി ഹല്ലേലൂയ. അപ്പം ആട്ടിടയരെ സന്തോഷത്തിൻ്റെ സദ്വാർത്തത്തെ അറിയിച്ച മാലാഖ കൊർന്നേലിയൂസിൻ്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന സന്ദേശമായി വന്ന മാലാഖ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സന്ദേശമായി വരുവാൻ ഈ തുടർന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളെ പങ്കുചേരുമ്പോൾ കവൽ മാലാഖയോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കയറ്റപ്പെടുവാൻ നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ കുഞ്ഞുമക്കളെയും,
എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ദുശീലത്തിനും അടിമപ്പെട്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ ഈശോയുടെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.